സ്വർണ്ണാഭരണങ്ങൾ നിരത്തിവെച്ച യുവതിയുടെ ഹോം ടൂർ വീഡിയോ കണ്ട മോഷ്ടാക്കൾ അത് കൊള്ളയടിച്ചു. നഷ്ടപ്പെട്ടത് ലക്ഷങ്ങളുടെ സ്വർണവും പണവും. മധ്യപ്രദേശ് ഭോപ്പാലിലെ ശിവപുരിയിൽ നടന്ന സംഭവം. ഈ വാർത്തയിലേക്ക്, ഇതിന്റെ കഥയിലേക്ക് ഞാൻ എത്തും മുമ്പ്, കൂടുതൽ വിവരിക്കും മുമ്പേ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആ യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച റീലുകളിൽ ചിലതാണ്. अंगूठी सोने की ले आइयो नगीना मेरी जाने को जड़वैयो ले आया जो मेरो चांदी में छिपा तू सारी रूबतैया लरा सोने की लाइयो। अगर पिता उंगली पकड़कर चलना सिखाता है तो पति हाथ पकड़कर उड़ना सिखाता है। दोनों का ही प्यार जिंदगी में अलग अलग होता है, लेकिन दोनों ही हमें मजबूत बनाते हैं. ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ, കാര്യം വ്യക്തമായി കാണാം. ആ വീടും ആ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും എല്ലാം നിരത്തി വെച്ചുള്ള ഒരു ഹോം ടൂർ വീഡിയോ ആണ് ആ സ്ത്രീ പോസ്റ്റ് ചെയ്തത്. ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ആ യൂട്യൂബറായിട്ടുള്ള ഇൻഫ്ലുവൻസറായിട്ടുള്ള ആ യുവതിയുടെ വീട്ടിൽ ചില സന്ദർശകരെത്തി. അപ്രതീക്ഷിതമായി കള്ളന്മാർ അവർ ആ വീട് കൊള്ളയടിച്ചു. മധ്യപ്രദേശിലെ ശിവപുരി മൊഹാനി സ്വദേശിനിയും യൂട്യൂബറും ഇൻഫ്ലുവൻസറും ഒക്കെ ആയിട്ടുള്ള രചന ഗുർജാർ എന്ന സ്ത്രീയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ആ വീട്ടിലാണ് കവർച്ച നടന്നത്. ഈ യുവതിയെയും വീട്ടുകാരെയും മുറിയിൽ അങ്ങ് പൂട്ടിയിട്ട് മോഷ്ടാക്കൾ. എന്നിട്ട് സ്വർണം, വെള്ളി, അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ, പണം ഉൾപ്പെടെ അവർ കവർന്നു. ഏതാണ്ട് 10 ലക്ഷം രൂപയുടെ ഏറെ സാധനങ്ങൾ, 10 ലക്ഷം രൂപയിൽ കൂടുതൽ സാധനങ്ങൾ കൊള്ളയടിച്ചു എന്നാണ് പരാതി. ആ സ്വർണം കണ്ടിട്ട് അത് 10 ലക്ഷമാണ് എന്ന് തോന്നുന്നില്ല, അതിലും എത്രയോ കൂടുതലാണ്, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ നിരക്കിൽ. ഇനി ശനിയാഴ്ച പുലർച്ചെ ഏതാണ്ട് 2 മണിയോട് കൂടിയാണ് സംഭവം നടക്കുന്നത്. ഈ വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ മോഷ്ടാക്കൾ ഉറങ്ങുകയായിരുന്ന ഈ രചന ഗുർജാർ ഉൾപ്പെടെയുള്ള വീട്ടുകാരെ മുറിയുടെ പുറത്തു നിന്ന് അങ്ങ് പൂട്ടിയിട്ടു. പിന്നീട് വീട്ടിലെ മുറികളിൽ ഒന്നൊന്നായി കയറി സൂക്ഷിച്ചിരുന്ന പണവും ആഭരണങ്ങളും കവർന്നു. ഈ മുറിയുടെയൊക്കെ കൃത്യമായിട്ടുള്ള പ്ലാൻ അവരുടെ കയ്യിലുണ്ട്. കാരണം ഇതുപോലൊരു വീഡിയോ, അതായത് ആ വീടിൻ്റെ ഘടനയും ആ വീടിലെ മുറികളും ഒക്കെ വിവരിക്കുന്ന ഒരു ഹോം ടൂർ വീഡിയോയും ഈ രചന ഗുർജാർ നേരത്തെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. പിന്നെ എന്ത് വേണം കള്ളന്മാർക്ക്, എല്ലാം ക്ലീനാണ്. പുലർച്ചെ 4 മണിയോട് കൂടിയാണ് ഈ രചനയും കുടുംബാംഗങ്ങളും ഈ മുറി പുറത്തു നിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ് എന്ന് അറിയുന്നത് തന്നെ. അങ്ങനെ കാര്യങ്ങൾ അടുത്തുള്ള ബന്ധുക്കളെ വിവരം അറിയിച്ചു. ഈ ബന്ധുക്കൾ എത്തിയാണ് ഇവരെ മുറി തുറന്ന് രക്ഷപ്പെടുത്തിയത്. പക്ഷേ എല്ലാം നഷ്ടമായിരുന്നു. അപ്പോൾ രചന ഗുർജാർ പറയും, एसपी साहब से भी हाथ जोड़ के निवेदन है कि इस मामले को बिल्कुल दबाया ना जाए, जितना हो सके उतनी जल्दी चोरों को गिरफ्तार करें. नीचे से उन्होंने 4 सोने की अंगूठियां, 1 मंगलसूत्र और 1 चांदी की करदौनी और 1,91,000 रुपये उन्होंने नगद ले गए. वो കെട്ടുതാലി ഉൾപ്പെടെ കൊണ്ടുപോയി എന്നാണ് ഭർത്താവ് പറയുന്നത്. CCTV ക്യാമറയിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി ഈ എത്തിയ കള്ളന്മാർ ആ വീട്ടിലെ CCTV ക്യാമറകളെല്ലാം തിരിച്ചു വെച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇനി ഈ മുഖം മറച്ചെത്തിയ മോഷ്ടാവ് വടികൊണ്ട് ഒരു ക്യാമറ തിരിച്ചു വെക്കുന്ന ദൃശ്യം ഒരു ക്യാമറയിൽ പതിഞ്ഞിട്ടുമുണ്ട്. ഈ വീടിനെക്കുറിച്ചും ഈ വീട്ടുകാരെക്കുറിച്ചും അറിയാവുന്നവരാണ് ഈ കവർച്ചയ്ക്ക് പിന്നിൽ എന്നുള്ളൊരു സംശയത്തിലാണ് പോലീസ് ഉള്ളത്. എന്നാണെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ 1 ലക്ഷത്തിലേറെ ഫോളോവേഴ്സുള്ള ഒരു ഇൻഫ്ലുവൻസറാണ് രചന. ഹോം ടൂർ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഈ വീട്ടിൽ കവർച്ച നടന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ ഹോം ടൂർ വീഡിയോയിൽ രചന അവരുടെ വീടും ആ വീട്ടിലെ മുറികളും ആ വീടിൻ്റെ പരിസരം ഉൾപ്പെടെ വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള വഴികൾ വരെ വിശദമായി കാണിച്ചിരുന്നു. ഈ വീടിൻ്റെ പല ആംഗിളുകളിൽ നിന്നുള്ള വീഡിയോകളാണ് ഈ ഹോം ടൂർ വഴി ഈ രചന അപ്ലോഡ് ചെയ്തത്. മറ്റൊരു വീഡിയോയിൽ തൻ്റെ കൈവശമുള്ള ആഭരണങ്ങളും അവർ കാണിച്ചു. ഈ വീഡിയോകൾ സൂക്ഷ്മമായി പഠിച്ചതിന് ശേഷമായിരിക്കാം കള്ളന്മാർ മോഷണം നടപ്പാക്കിയത് എന്നാണ് പോലീസിൻ്റെ നിഗമനം.
ഈ വീട്ടിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്ക് ആ റീലിൻ്റെ വീഡിയോ ഒന്നുകൂടി കാണാമെന്ന് തോന്നുന്നു. കാരണം അവർ വളരെ ആത്മവിശ്വാസത്തോടെ പാട്ടുപാടിയാണ് ആഭരണങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. अंगूठी सोने की ले आइयो नगीना मेरी जाने को जड़वैयो ले आया जो मेरो चांदी में छिपा तू सारी रूबताइया लरा सोने की लाइयो। अगर पिता उंगली पकड़कर चलना सिखाता है तो पति हाथ पकड़कर उड़ना सिखाता है। दोनों का ही प्यार जिंदगी में अलग अलग होता है, लेकिन दोनों ही हमें मजबूत बनाते हैं. ഈ സംഭവം എന്താണെങ്കിലും അതൊരു താക്കീതായി കണക്കാക്കണം. യൂട്യൂബിലൂടെ വീടിന്റെയും സ്വത്തിന്റെയും വിശദാംശങ്ങളൊക്കെ പുറത്തുവിടുന്നത് എത്രമാത്രം വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും എന്നുള്ളതാണ് ആ താക്കീത്. എന്താണെങ്കിലും ഇനി ആരും ഇങ്ങനെയൊന്നും ചെയ്ത് കളഞ്ഞേക്കരുത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.